ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഇന്ന് ഗില്ലി ടീയിൽ സ്നോർക്കലിംഗ് ചെയ്യാൻ പോവുകയാണ്. ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് സ്നോർക്കലിംഗ് ചെയ്യുന്നത്. ഗില്ലി ടീ, ഗില്ലി മെനോ, ഗില്ലി എയർ അങ്ങനെ 3 ഐലൻഡ്സ് ചേർന്നതാണ് ഗില്ലി ഐലൻഡ്സ്. ഞങ്ങൾ ഗില്ലി ടീയിൽ നിന്ന് ഗില്ലി മെനോയിലേക്കാണ് ആദ്യം പോകുന്നത്. അവിടെയാണ് ഞങ്ങളുടെ ഫസ്റ്റ് സ്നോർക്കലിംഗ് പോയിന്റ്. അണ്ടർഗ്രൗണ്ട് സ്റ്റാച്ചു ആണ് ഞങ്ങളുടെ സ്നോർക്കലിംഗ് പോയിന്റ്. ഞാൻ ചാടുന്ന മുന്നേ തന്നെ സ്നേഹ മറ്റേ ജഗതി ചേട്ടൻ യശോദേ എന്ന് വിളിച്ച് ചാടുന്ന പോലെ എടുത്ത ഒരൊറ്റ ചാട്ടമായിരുന്നു. പിന്നെ ഞാനും പുറകെ ചാടി. ഏതോ സ്വപ്നത്തിൽ കടലിനടിയിൽ എത്തിപ്പെട്ട ഒരു ഫീലായിരുന്നു. മുഴുവൻ മീനുകൾ, പല നിറത്തിലുള്ള മീനുകളും. പിന്നെ ഞങ്ങൾ ആ അണ്ടർഗ്രൗണ്ട് സ്റ്റാച്ചു കണ്ടു. നെസ്റ്റ് എന്നാണ് ഈ അണ്ടർഗ്രൗണ്ട് സ്റ്റാച്ചുവിന്റെ പേര്. ഇതിൽ 48 മനുഷ്യരൂപങ്ങളുണ്ട്. സ്റ്റാച്ചു കണ്ട് വണ്ടടിച്ചിരിക്കുമ്പോൾ തന്നെ മറ്റൊരാളെ കൂടെ കണ്ടു. ആളിങ്ങനെ പതുക്കെ നീന്തി പോവുകയാണ്. കടലാമ. ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കടലാമയെ കാണുന്നത്, അതും ഇത്ര അടുത്ത്. ശരിക്കും ഒരു സ്വപ്നം തന്നെയാണെന്ന് തോന്നിപ്പോയി. ഇതിലായിരുന്നു, രക്ഷയില്ലാത്ത ഫീലായിരുന്നു. കണ്ടപ്പോ ഒന്ന് തൊടാനൊക്കെ തോന്നിയെങ്കിലും ഞങ്ങളുടെ ഗൈഡ് മുന്നേ പറഞ്ഞിരുന്നു കടലാമയൊക്കെ കാണുകയാണെങ്കിൽ തൊടയൊന്നും ചെയ്യണം. അതുകൊണ്ട് ഞങ്ങൾ തൊട്ടില്ല. ഞങ്ങൾ അങ്ങനെ നോക്കി തന്നെ നിന്നു. എന്ത് രസമായിരുന്നു അറിയാമോ. ശരിക്കും വേറൊരു ലോകത്ത് എത്തിയ പോലെ ആയിരുന്നു. ഞങ്ങൾക്ക് നീന്താൻ അറിയില്ല എന്ന കാര്യം വരെ ഞങ്ങൾ മറന്നുപോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പേജ് ഫോളോ ചെയ്യണേ. ഗില്ലി ടീയിലെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ ഫ്രം ഫുഡി ഫ്രണ്ട്സ്.